ദ സിഗ്നേച്ചർ ഓഫ് ലവ് മീര ഭാഗം 32. മാർക്ക് നേരെ ഇങ്ങോട്ടാണോ വന്നത്? അപ്രതീക്ഷിതമായി മുന്നിൽ നിൽക്കുന്ന മാർക്കിനെ കണ്ട് അത്ഭുതം മറച്ചു വയ്ക്കാതെ ഡാനി ചോദിച്ചു. ശരിക്കും പറഞ്ഞാൽ നല്ല ക്ഷീണമുണ്ടായിരുന്നു. നേരെ വീട്ടിൽ പോയി ഒന്നുറങ്ങണമെന്നായിരുന്നു കരുതിയത്. പക്ഷേ നിന്നെ കാണണമെന്ന് പെട്ടെന്നൊരു തോന്നൽ. നീയാണെങ്കിൽ അത്യാവശ്യ കാര്യത്തിനല്ലാതെ എന്നെ ശല്യം ചെയ്യാറില്ലല്ലോ. അതുകൊണ്ട് ഒന്നും നോക്കിയില്ല, നേരെ ഇങ്ങോട്ട് പോന്നു. മാർക്കിൻ്റെ തളർന്ന മുഖത്ത് ആ പഴയ ചിരി തെളിഞ്ഞു. നീ അകത്തേക്ക് കയറിയിരിക്കെ, ഞാൻ കാപ്പി എടുക്കാം. ഡാനി വാതിൽ തുറന്ന് വഴിമാറി നിന്നു. കാപ്പിയൊക്കെ പിന്നെയാകാം, നീ ആദ്യം ഇവിടെ ഇരുന്ന് കാര്യം പറ. മാർക്ക്, അമേലിയ അവളെല്ലാം അറിഞ്ഞു. തൻ്റെ അമ്മയെക്കുറിച്ച്, അതായത് മീരയെക്കുറിച്ച് അവൾ എന്നോട് ചോദിച്ചു. അവളെ കാണണമെന്ന് പറഞ്ഞ് അവളും മെറിയും വാശി പിടിക്കുകയാണ്. ഞാൻ എന്തു ചെയ്യും? ഡാനി പരിഭ്രമത്തോട് ചോദിച്ചു. എങ്ങനെ? മെറി അതൊന്നും ആരോടും പറയില്ലല്ലോ, പിന്നെങ്ങനെ അവൾ അറിഞ്ഞു? മാർക്കിൻ്റെ കണ്ണുകളിൽ അവിശ്വസനീയത നിഴലിച്ചു. എൻ്റെ അശ്രദ്ധയാണ് കാരണം. ഓരോ ജന്മദിനത്തിലും പഴയകാലം മറക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ഡയറി എടുത്ത് വായിക്കാറുണ്ട്. ഇത്തവണ അതെങ്ങനെയോ അവളുടെ കയ്യിലെത്തി. ഇപ്പോൾ മീരയെ കാണണമെന്ന ഒരേ വാശിയിലാണവൾ. അത് നടക്കില്ല ഡാനി, മാർക്ക് തറപ്പിച്ചു പറഞ്ഞു. അവളെ സങ്കടപ്പെടുത്തുന്ന ഒന്നിനും ഞാൻ കൂട്ടുനിൽക്കില്ല. നിങ്ങൾ അവളെ തേടിപ്പോകരുത്. പക്ഷേ മാർക്ക്, ഇത്രകാലം മറഞ്ഞു കിടന്ന സത്യം ഇപ്പോൾ പുറത്തു വന്നതിൽ എന്തോ ഒരു നിയോഗമില്ലേ? ഡാനി സംശയത്തോട് ചോദിച്ചു. അതിനർത്ഥം നമ്മൾ അപകടം ക്ഷണിച്ചു വരുത്തണമെന്നല്ല. മീര ഇപ്പോൾ കിരണിനോടൊപ്പം സന്തോഷവതിയാകാനാണ് സാധ്യത. അവൾ ചെയ്തു തന്ന നന്മകൾക്ക് പകരമായി ആ ജീവിതത്തിലേക്ക് ഇരച്ചു കയറി ചെന്ന് അവരുടെ സമാധാനം കളയണോ? മാർക്കിൻ്റെ ആ ചോദ്യം ഡാനി ഒന്ന് ഞെട്ടിച്ചു. കിരണിനെ കാണാതായി എന്ന അറിവ് മാത്രമേ തനിക്കുള്ളൂ. കാലം മാറിയപ്പോൾ അയാൾ മടങ്ങി വന്നിട്ടുണ്ടാകുമോ? അവർ സന്തോഷത്തോടെ കഴിയുകയാണോ? സ്വന്തം ചിന്തകളിൽ ഡാനി ഒന്ന് തലകുനിച്ചു. അവരോട് ഞാൻ എന്തു പറയും മാർക്ക്? ഡാനി നിരാശയോടെ ചോദിച്ചു. പെട്ടെന്നാണ് ഉറക്കം തൂങ്ങിയ കണ്ണുകളുമായി നൈറ്റ് ഡ്രസ്സിൽ അമേലിയ അവിടേക്ക് വന്നത്. ഡാനി, ആരാ ഈ പുലർച്ചെ? ഓ, മെറിയുടെ ഡാഡിയായിരുന്നോ? കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ, എന്തു പറയുന്നു? അവൾ മാർക്കിനരികിലിരുന്ന് ഗൗരവത്തോട് ചോദിച്ചു. എല്ലാം അറിഞ്ഞു മോളെ. എന്നെങ്കിലും നീ ഇതറിയുമെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ ഇത്ര നേരത്തെ ആകുമെന്ന് കരുതിയില്ല, മാർക്ക് ശാന്തമായി പറഞ്ഞു. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടല്ലോ മാർക്ക്. ഇപ്പോഴായിരിക്കും ഞാൻ എൻ്റെ അമ്മയെ കാണേണ്ട സമയം. ഞങ്ങൾ പൊയ്ക്കോട്ടെ. മാർക്കിൻ്റെ കൈകൾ കവർന്നുകൊണ്ട് അവൾ കെഞ്ചി. മോളെ, മീര അവളുടെ കുടുംബത്തോടൊപ്പം സമാധാനമായി ജീവിക്കുകയാവും. നിന്നെ കാണുന്നത് ചിലപ്പോൾ അവൾക്ക് താങ്ങാനാവില്ല. എന്തിനാ അവരെ വിഷമിപ്പിക്കുന്നത്? അത് കേട്ടപ്പോൾ അമേലിയയുടെ മുഖം ചുമന്നു. ഇനി ഈ ലോകം ഇടിഞ്ഞു വീണാലും എനിക്ക് എൻ്റെ അമ്മയെ കാണണം. എന്നെ തടയാൻ നിങ്ങൾക്ക് എന്ത് അവകാശമാണുള്ളത്? അന്ന് പണം നൽകി സഹായിച്ചു എന്നതുകൊണ്ട് എൻ്റെ ആഗ്രഹങ്ങൾക്ക് വിലയിടാൻ നോക്കരുത്. അമ്മോ, നിർത്ത്! ഡാനി ശബ്ദമുയർത്തി. മാർക്കിനോട് സംസാരിക്കുമ്പോൾ മര്യാദ വേണം. എൻ്റെ സുഹൃത്ത് എന്നതിലുപരി നിന്റെ ഗ്രാൻഡ് ഡാഡിയുടെ ഏറ്റവും പ്രിയപ്പെട്ടവനാണ് അദ്ദേഹം. നിങ്ങളാണ് മര്യാദകേട് കാണിക്കുന്നത്. അവൾ ഡാനിയെ ദേഷ്യത്തോടെ നോക്കി. അമ്മയെ കാണാനുള്ള ഒരു മകളുടെ അവകാശത്തെ തടയാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു? ഞാൻ തെറ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. രംഗം വഷളാവുന്നത് കണ്ടപ്പോൾ മാർക്ക് ഇടപെട്ടു. നിങ്ങൾ തമ്മിൽ ഇതിൻ്റെ പേരിൽ തർക്കം വേണ്ട. നിനക്ക് അമ്മയെ കാണണം, അത്രയല്ലേ? മെറിയുടെ സുഹൃത്ത് എന്ന നിലയിൽ നിനക്ക് ദൂരെ നിന്ന് അവളെ കാണാം. അവർ സന്തോഷവതിയാണെന്ന് കണ്ടാൽ ആ ജീവിതത്തിൽ തടസ്സമുണ്ടാകാതെ മടങ്ങി വരണം. എനിക്ക് വാക്കുതാ. മാർക്ക് ചോദിക്കുമ്പോൾ അമേലിയയുടെ മുഖം പെട്ടെന്ന് തെളിഞ്ഞു. ഇതങ്ങ് ആദ്യം പറഞ്ഞാൽ പോരായിരുന്നോ മാർക്ക്? ലവ് യു. അവൾ സന്തോഷത്തോടെ മാർക്കിൻ്റെ കവിളിൽ ചുംബിച്ചുകൊണ്ട് അകത്തേക്ക് ഓടി. മാർക്ക് ഡാനിയെ നോക്കി ദീർഘശ്വാസം വിട്ടു. ഡാനി, അവൾ പിന്മാറില്ല. നമ്മൾ തടഞ്ഞാൽ അവൾ നമ്മളെ വെറുക്കും. ഈ യാത്ര അത് അനിവാര്യമാണ്. നീയും മെറിയും അമേലിയയും ഇന്ത്യയിലേക്ക് പോകൂ. വേണമെങ്കിൽ ഹെലനെയും കൂട്ടിക്കോ. 2 ആഴ്ചത്തെ യാത്ര. ഹെലനെ കൊണ്ടുപോകാൻ പറ്റില്ല മാർക്ക്. അവർക്ക് അടുത്ത മാസം ചെക്കപ്പ് ഉള്ളതാണ്. പിന്നെ നിങ്ങളും കൂടി ഇവിടെ ഇല്ലെങ്കിൽ ബിസിനസ് കാര്യങ്ങൾ ആര് നോക്കും? അതുകൊണ്ട് ഞങ്ങൾ 3 പേരും പോകാം. അപ്പോൾ ഈ പെൺകുട്ടികളെയും കൊണ്ട് നീ എങ്ങനെ പോകും? മാർക്ക് സംശയത്തോടെ ചോദിച്ചു. അതൊന്നും സാരമില്ല മാർക്ക്, അവർ കൊച്ചുകുട്ടികളല്ലല്ലോ. പക്ഷേ മീര എവിടെ പോയി തിരയും എന്നതാണ് പ്രശ്നം. സോഷ്യൽ മീഡിയ എത്ര വളർന്നാലും കോടിക്കണക്കിന് ആളുകളുള്ള ഒരു രാജ്യത്ത് വെറും ഒരു പേര് വെച്ച ഒരാളെ കണ്ടെത്തുക അത്ര എളുപ്പമല്ല. പിന്നെന്താണ് നിന്റെ മനസ്സിൽ?
ഞാൻ ആദ്യം കരുതിയത് ഒറ്റയ്ക്ക് പോയി അവളെ കണ്ടെത്തിയ ശേഷം കുട്ടികളെ കൂട്ടിക്കൊണ്ടു പോകാമെന്നാണ്. പക്ഷേ ഇവർ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല, ഡാനി നിരാശയോടെ പറഞ്ഞു. മാർക്ക്, മീരയുടെ ആവശ്യപ്രകാരം എല്ലാ രേഖകളും നമ്മൾ നശിപ്പിച്ചില്ലേ? ഒരു ID പ്രൂഫ് പോലും ഇല്ലാതെ എങ്ങനെ തിരയും? അത് കേട്ടപ്പോൾ മാർക്കിൻ്റെ മുഖത്ത് ഒരു നേർത്ത പുഞ്ചിരി വിരിഞ്ഞു. നമ്മളെല്ലാം ഡിലീറ്റ് ചെയ്തു, അത് ശരിയാണ്. പക്ഷേ മെറിയുടെ എംപ്ലോയ്മെൻറ്റ് ഫയലിൽ മീരയുടെ പാസ്പോർട്ട് കോപ്പി അറ്റാച്ച് ചെയ്തിരുന്നത് ഞാൻ ഓർക്കുന്നു. ആ പാസ്പോർട്ട് വെച്ച് നിനക്ക് അവളുടെ കുടുംബ വീട് കണ്ടെത്താനായേക്കും. മാർക്കിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ഡാനിയുടെ കണ്ണുകൾ തിളങ്ങി. താങ്ക് ഗോഡ്, അതൊരു വലിയ ഉപകാരമാണ് മാർക്ക്. എത്രയും പെട്ടെന്ന് എനിക്കത് വേണം. പിന്നെ ഞാൻ വരുന്നതുവരെ എൻ്റെ ബിസിനസ്സും ഹെലൻ്റെ കാര്യങ്ങളും നീ തന്നെ നോക്കണം. അവളെ കണ്ടെത്തുമെന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല, എങ്കിലും ശ്രമിച്ചില്ലെന്ന് അമ്മു പറയില്ലല്ലോ, ഡാനി ആശ്വാസത്തോടെ പറഞ്ഞു. കേട്ടുകൊണ്ടിരുന്ന മാർക്കിൻ്റെ ഭാവം മാറി. അവൻ ഡാനിയുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി. ഡാനി, പോകും മുൻപ് എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട്. സത്യസന്ധമായി അതിന് മറുപടി പറയണം. മാർക്കിൻ്റെ ആ നോട്ടത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാനാകാതെ ഡാനി തലകുനിച്ചു. ഡാനി, നീ ഇപ്പോഴും മീരയെ പ്രണയിക്കുന്നുണ്ടല്ലേ? കിരൺ സ്നേഹിച്ചതിനേക്കാൾ 1000 മടങ്ങ് അധികമായി നീ അവളെ ഇപ്പോഴും ഉള്ളിൽ കൊണ്ടു നടക്കുന്നു. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഡാനി ഭയത്തോടെ ചുറ്റും നോക്കി. ആരെങ്കിലും കേട്ടോ എന്ന് അവൻ ഭയപ്പെട്ടു. പിന്നെ വേദനയോടെ മാർക്കിനെ നോക്കി പുഞ്ചിരിച്ചു. ഞാൻ അവളെ സ്നേഹിച്ചിരുന്നു, ഇപ്പോഴും സ്നേഹിക്കുന്നു. പക്ഷേ ആ സ്നേഹത്തിൽ കാമമുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നെങ്കിലും ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് അവൾ എൻ്റെ അരികിലേക്ക് വന്നാൽ അവളെ ചേർത്ത് പിടിച്ച് നീ എൻ്റേതാണെന്ന് പറയാനുള്ള ഒരിഷ്ടം ഇപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട്. പക്ഷേ അവളുടെ സന്തോഷം നശിപ്പിക്കാൻ ഞാൻ തയ്യാറല്ല. എങ്കിൽ എനിക്കൊരു വാക്ക് തരണം. മാർക്ക് അവന് നേരെ കൈനീട്ടി. പിന്നെ സാവധാനം തുടർന്നു. അവൾ അവിടെ സന്തോഷവതിയായി ജീവിക്കുകയാണെങ്കിൽ നിന്റെ ഉള്ളിലെ ഇഷ്ടം നീ പുറത്ത് കാണിക്കരുത്. അതൊരു വെറും സൗഹൃദ സന്ദർശനം മാത്രമാകണം. അവളെ നിന്നിലേക്ക് വലിച്ചടുപ്പിക്കില്ലെന്ന് നീ എനിക്ക് ഉറപ്പു തരണം. തീർച്ചയായും മാർക്ക്, മീരയുടെ സമാധാനം കളയാൻ എനിക്ക് കഴിയില്ല. മക്കൾക്ക് വേണ്ടി ഒരേ ഒരു തവണ അവളെ കണ്ട് ഞാൻ മടങ്ങും. എനിക്കിനി മറ്റൊരു പങ്കാളിയുടെ ആവശ്യമില്ലെന്ന് എൻ്റെ ഈ ജീവിതം കൊണ്ട് നിനക്ക് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ. ഡാനിയുടെ വാക്കുകളിൽ പുഞ്ചിരി ഉണ്ടായിരുന്നുവെങ്കിലും ഉള്ളിലെ സങ്കടം മാർക്ക് തിരിച്ചറിഞ്ഞു. ശരി ഡാനി, എങ്കിൽ ഞാൻ ബാക്കി കാര്യങ്ങൾ റെഡിയാക്കാം. അടുത്ത ദിവസങ്ങളിൽ തന്നെ നിങ്ങൾ പറക്കുന്നു. മാർക്ക് എഴുന്നേറ്റ് നിന്ന് ഡാനിക്ക് കൈ നൽകി. 2 ആഴ്ചയ്ക്ക് ശേഷം അവർ പോകാനായി തയ്യാറായി. ആ യാത്രയ്ക്ക് മുൻപ് മാർക്ക് ചില വിവരങ്ങൾ കൂടി ഡാനിക്ക് നൽകി. ഡാനി, ഡീറ്റെയിൽസ് എല്ലാം ഞാൻ വാട്സപ്പിൽ അയച്ചിട്ടുണ്ട്. പിന്നെ മുൻപ് ജെറുസലേമിലെ പള്ളിയിൽ ഉണ്ടായിരുന്ന ജോൺ സാമുവൽ എന്ന വൈദികൻ ഇപ്പോൾ കേരളത്തിലുണ്ട്. അദ്ദേഹത്തെപ്പറ്റി കൂടുതൽ അറിഞ്ഞാൽ ഞാൻ അറിയിക്കാം. യാത്ര തിരിക്കും മുൻപ് മകളെയും മാർക്ക് ഓർമ്മിപ്പിച്ചു. മീരയ്ക്കൊരു വിഷമവും ഉണ്ടാക്കരുത്. എല്ലാം സമ്മതിച്ചുകൊണ്ട് അവർ യാത്ര തുടങ്ങി. 2 ദിവസങ്ങൾക്ക് ശേഷം കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ ബ്രിട്ടീഷ് എയർവേസിന്റെ ബോയിങ് വിമാനം ലാൻഡ് ചെയ്യുമ്പോൾ ആ 3 പേരുടെ മനസ്സിലും 1000 സ്വപ്നങ്ങളായിരുന്നു. ബിസിനസ് ക്ലാസ് യാത്രക്കാർക്ക് പുറത്തിറങ്ങാനുള്ള അനൗൺസ്മെന്റ് വന്നതും കാത്തു നിൽക്കാൻ വയ്യാതെ അമേലിയ സീറ്റിൽ നിന്നും എഴുന്നേറ്റു. തൻ്റെ അമ്മയുടെ മണ്ണിലേക്ക് അവൾ ആദ്യമായി കാലെടുത്തു വെക്കുകയാണ്. അതിൻ്റെ ആവേശം ആ മുഖത്ത് നിറഞ്ഞു നിന്നു. മോളെ പതുക്കെ. മകളുടെ വെമ്പൽ കണ്ട് ഡാനി ഒരു പുഞ്ചിരിയോടെ അവളെ നിയന്ത്രിക്കാൻ ശ്രമിച്ചു. എന്നാൽ അമേലിയ അതൊന്നും കേട്ട ഭാവമില്ലായിരുന്നു. വിമാനത്തിലെ ജീവനക്കാരോട് സ്നേഹപൂർവ്വം യാത്ര പറഞ്ഞ് അവൾ മുന്നേ നടന്നു. അവളുടെ തോളോട് ചേർന്ന് മെറിയും അവർക്ക് പിന്നാലെ ഡാനിയും. പുറത്തിറങ്ങിയപ്പോൾ തങ്ങൾക്ക് ചുറ്റും കേൾക്കുന്ന മലയാളം സംസാരങ്ങൾ എന്താണെന്ന് പോലും മനസ്സിലാക്കാനാകാതെ അവർ പരസ്പരം നോക്കി. അപരിചിതമായ മറ്റൊരു ലോകത്ത് ചെന്നു പെട്ടതുപോലെ ഡാനിക്ക് തോന്നി. നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ? പെട്ടെന്ന് അവർക്ക് മുൻപിലേക്ക് ഒരു എയർപോർട്ട് ജീവനക്കാരൻ എത്തിക്കൊണ്ട് ചോദിച്ചു. ഞങ്ങൾക്ക് വിസിറ്റിംഗ് വിസയാണുള്ളത്. പുറത്തേക്ക് ഇറങ്ങാനുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാമോ? ഞങ്ങൾ എങ്ങോട്ടാണ് പോകേണ്ടത്? ഡാനി ചോദിച്ചു. നിങ്ങൾ ബിസിനസ് ക്ലാസ് യാത്രക്കാരല്ലേ? ആ അവസാന കൗണ്ടറിൽ നിന്നാൽ മതി. എമിഗ്രേഷൻ ക്ലിയറൻസ്, വിസ ചെക്കിംഗ്, എൻട്രി പെർമിറ്റ് എന്നിവ കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുറത്തേക്ക് പോകാം. ആ ചെറുപ്പക്കാരൻ സ്നേഹത്തോടെ അവർക്ക് വഴികാട്ടി. നടപടിക്രമങ്ങളെല്ലാം കഴിഞ്ഞ് അവർ പുറത്തേക്ക് ഇറങ്ങി. പുതിയ ലോകം, പുതിയ ഭാഷ, പുതിയ മനുഷ്യർ, എല്ലാം അപരിചിതം. എന്ത് ചെയ്യണമെന്നറിയാതെ ഡാനി ഒരു നിമിഷം പകച്ചു നിന്നു. ആഹാ, ഇവിടെ ഇങ്ങനെ കുന്തം പോലെ നിൽക്കാനായിരുന്നോ എന്നെ തട്ടിയിട്ട് പുറത്തേക്ക് ഓടിയത്? ആ ഓട്ടം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ തന്നെ ഡെസ്റ്റിനേഷനിൽ എത്തിക്കാണുമെന്ന്. എന്തു പറ്റി? ടൂർ ഗൈഡ് ഒന്നുമില്ലേ?
നിങ്ങൾക്ക് എവിടേക്കാണ് പോകേണ്ടത്? ചോദ്യത്തിൻ്റെ ഉടമയെ കണ്ട് ഡാനി അത്ഭുതപ്പെട്ടു. യാതൊരു പരിചയവുമില്ലാത്ത യുവാവ്. അമേലിയ ചിരിച്ചുകൊണ്ട് ഡാനിയെ നോക്കി. ഓ ഡാഡി, ഇത് അമൽ. ഞങ്ങൾ ഒരേ സീറ്റിലായിരുന്നു. അമൽ കേരളത്തിൽ വലിയ ബിസിനസ് ചെയ്യുന്ന ആളാണെന്നാ പറഞ്ഞത്. ലണ്ടൻ വിസിറ്റ് ചെയ്യാൻ വന്നതാ. ഹായ്, ഇത് നിങ്ങളുടെ മോളാണോ? എങ്ങനെ സഹിക്കുന്നു ഇതിനെ? ഒരു മിനിറ്റ് വായ അടയ്ക്കില്ല. ലണ്ടൻ മുതൽ ഇവിടം വരെ എനിക്ക് ചെവിക്ക് വിശ്രമം കിട്ടിയിട്ടില്ല. കേരളത്തെപ്പറ്റി എന്തൊക്കെയാ ചോദിച്ചതെന്നോ? എന്തായാലും എനിക്ക് ബോറടിച്ചില്ല. യാത്ര ഞാൻ നന്നായി എൻജോയ് ചെയ്തു. നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം. അമൽ ഡാനിക്ക് നേരെ കൈനീട്ടി. പൊന്നുമോനെ, പെട്ടുകൊടുക്കല്ലേ. വഴിയും പുഴയും അറിയാതെ ഇറങ്ങി തിരിച്ചവരാ. പെട്ടുപോയാൽ പെട്ടെന്ന് ഊരിപ്പോരാനൊന്നും പറ്റിയെന്ന് വരില്ല. അത് പറഞ്ഞുകൊണ്ട് അമേലിയെ പൊട്ടിച്ചിരിച്ചു. ഡാനി ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു. അമൽ, സത്യത്തിൽ എനിക്കൊരു സഹായം ആവശ്യമുണ്ട്. ഇന്ന് രാത്രി എവിടെയെങ്കിലും ഒന്ന് തങ്ങണം. നാളെ മുതൽ തിരിച്ചു പോകും വരെ യാത്ര ചെയ്യാൻ ഒരു ടാക്സിയും വേണം. വലിയൊരു ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലാണ്. വിജയിക്കുമോ എന്നറിയില്ല. അതിനെന്താ, ഡോണ്ട് വറി. എനിക്കെന്തായാലും ഇന്നിവിടെ തങ്ങാത്ത നിവൃത്തിയില്ല. എൻ്റെ വീട് അങ്ങ് മലമുകളിലാ. നിങ്ങൾ കേട്ടിട്ടുണ്ടാകാൻ വഴിയില്ല. എന്തായാലും അതൊക്കെ വിട്. നമുക്ക് ഒരുമിച്ചൊരു മുറി എടുക്കാം. എല്ലാവർക്കും ഒന്ന് ഫ്രഷ് ആകണ്ടേ? എന്നിട്ട് രാവിലെ തീരുമാനിക്കാം എന്തു ചെയ്യണമെന്ന്. അമൽ ഡാനിയുടെ കൈ കവർന്നുകൊണ്ട് ഉത്സാഹത്തോടെ പറഞ്ഞു. ഓക്കെ, ദെൻ ലെറ്റ്സ് ഗോ. ട്രോളി ബാഗും വലിച്ച് അമേലി ലക്ഷ്യമില്ലാതെ നടന്നു. അവിടെ നിൽക്കേ, എങ്ങോട്ടാ ഈ പോക്ക്? പോക്ക് കണ്ടാൽ ഇപ്പോൾ തന്നെയല്ല നടക്കുമെന്ന മട്ടിലാണല്ലോ. എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ തന്നെ കുറച്ച് ചുറ്റാനുണ്ട്. ആദ്യം നമുക്കൊരു ടാക്സി പിടിക്കാം. അവളെ കളിയാക്കിക്കൊണ്ട് അമൽ ടാക്സി കൗണ്ടറിലേക്ക് നടന്നു. ഹോട്ടൽ റിസപ്ഷനിൽ എത്തിയപ്പോൾ അമൽ ചോദിച്ചു, പെൺകുട്ടികൾക്ക് 2 പേർക്കും കൂടി ഒരു റൂം, പിന്നെ നമുക്ക് 2 ആൾക്കും കൂടി ഒരു റൂം, അതുപോരെ? നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകില്ല എങ്കിൽ മാത്രം. ഡാനി ചെറിയ മടിയോടെ പറഞ്ഞു. ഞങ്ങൾ മലയാളികൾക്ക് അതിലൊരു ബുദ്ധിമുട്ടുമില്ല. 10 പേർ ഒരു മുറിയിലുണ്ടെങ്കിലും ഞങ്ങൾ ഹാപ്പി. മിസ്റ്റർ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ. പേരറിയാത്തത് കൊണ്ട് അമൽ നിർത്തി. സോറി, ഐ ആം ഡാനിയൽ. എല്ലാവരും എന്നെ ഡാനി എന്ന് വിളിക്കും. അമ്മു എൻ്റെ പേര് പറഞ്ഞു കാണുമെന്നാണ് ഞാൻ കരുതിയത്. ഡാനി ക്ഷമാപണം നടത്തി. ഹേയ്, അവൾ കുറേ പ്രാവശ്യം ഡാനി എന്നോ ഡാഡി എന്നോ ഒക്കെ പറയുന്നുണ്ടായിരുന്നു. സത്യത്തിൽ ആ കുട്ടിയുടെ ഇംഗ്ലീഷ് എനിക്കല്പം കടുകട്ടിയാ. എല്ലാം മനസ്സിലായെന്ന് അഭിനയിച്ചതാ. എനിക്ക് ഒരുപാട് വിദ്യാഭ്യാസമൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം പിടിച്ചു നിൽക്കാനുള്ള ഇംഗ്ലീഷ് മാത്രം. അമൽ പൊട്ടിച്ചിരിച്ചു. ഭാഷ പരസ്പരം മനസ്സിലാക്കാനുള്ളതാണ് അമൽ. നീ പറയുന്നത് എനിക്കും ഞാൻ പറയുന്നത് നിനക്കും മനസ്സിലാകുന്നുണ്ടല്ലോ, അത് മതി. റൂം ബോയ്ക്ക് പിന്നാലെ നടക്കുമ്പോൾ ഡാനി പറഞ്ഞു. കുട്ടികൾ ഗുഡ് നൈറ്റ് പറഞ്ഞ് അവരുടെ മുറിയിലേക്ക് കയറി. ഡാനിയും അമലും എതിർവശത്തെ മുറിയിലേക്കും. ആ 2 കുട്ടികളും ഡാനിയുടെ മക്കളാണോ? രണ്ടും 2 സ്വഭാവമാണല്ലോ. ഒരാൾ വായ പൂട്ടുന്നില്ല, മറ്റേയാൾ വാ തുറക്കുന്നില്ല. ബെഡിലേക്ക് വീണുകൊണ്ട് അമൽ ചോദിച്ചു. ഹേയ് അല്ല, മെറി എൻ്റെ സുഹൃത്തിൻ്റെ മകളാണ്. അവൾക്ക് ചെറിയ ഡിസബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് സാധാരണക്കാരെ പോലെ കമ്മ്യൂണിക്കേഷൻ പറ്റില്ല. പിന്നെ മോനെ അമലേ, നീ എന്നെ കിളവനാക്കി കളഞ്ഞല്ലോ. എന്നെ കണ്ടാൽ അത്രയും പ്രായം തോന്നുമോ? ഞാൻ ഇപ്പോഴും ക്രോണിക് ബാച്ചിലർ ആണെന്നും പറഞ്ഞ് നടക്കുകയാ. ഡാനി തമാശ പറഞ്ഞു. നിങ്ങളെ കണ്ടാൽ വിവാഹം കഴിഞ്ഞതാണെന്ന് പോലും പറയില്ല. പക്ഷേ അമ്മുക്കുട്ടി ഡാഡി എന്ന് പരിചയപ്പെടുത്തിയപ്പോൾ ഞാനങ്ങ് വിശ്വസിച്ചു. സോ ഗുഡ് നൈറ്റ്. അത് പറഞ്ഞുകൊണ്ട് അമൽ പെട്ടെന്ന് തന്നെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. എത്ര പെട്ടെന്നാണ് അവൻ ഉറങ്ങിയത്. ബിസിനസ്സുകാരനാണെന്ന് പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ ടെൻഷനൊന്നുമില്ല. ഭാഗ്യവാൻ. ഉറക്കം വരാതെ അമലിനെ നോക്കി ഡാനി മനസ്സിൽ കരുതി. പിറ്റേന്ന് പുലർച്ചെ. ഡാനി, സമയം ഒരുപാടായി, എഴുന്നേൽക്കുന്നില്ലേ? ആ ചോദ്യം കേട്ടാണ് ഡാനി കണ്ണു തുറന്നത്. അമൽ, നീ എപ്പോഴാണ് എഴുന്നേറ്റത്? ഇത്ര പെട്ടെന്ന് റെഡിയായോ? ഡാനി അത് ചോദിച്ചുകൊണ്ട് എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് നടന്നു. ഞാൻ നിന്നെപ്പോലെയല്ല, എനിക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്. പൂമുഖവാതിക്കൽ സ്നേഹം തുളുമ്പുന്ന ഭാര്യയൊക്കെ പണ്ട്. ഇനിയും താമസിച്ചാൽ ഭദ്രകാളിയാകുന്ന ഭാര്യയെ കാണേണ്ടി വരും. അമൽ തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ പറഞ്ഞു. അപ്പോൾ നീ വിവാഹിതനായിരുന്നു അല്ലേ? ഞാൻ വിചാരിച്ചു. ചർമ്മം കണ്ടാൽ പ്രായം തോന്നില്ലെങ്കിലും ഞാൻ അബദ്ധത്തിൽ ഒരു കല്യാണം കഴിച്ചുപോയി. അതിലൊരു കുഞ്ഞുമുണ്ട്. ആഹാ, അത് കൊള്ളാമല്ലോ. ഒരു 5 മിനിറ്റ്, ഞാൻ ഇപ്പോൾ റെഡിയാകാം. അമൽ, ആ ഫോണിൽ അമേലിയുടെ നമ്പറുണ്ട്, ഒന്ന് വിളിക്കാമോ? വാഷ്റൂമിലേക്ക് കയറുന്ന ഡാനിയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അമൽ അമേലിയുടെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു. ആദ്യ റിങ്ങിൽ തന്നെ അവൾ ഫോൺ എടുത്തു. ഡാഡി, നിങ്ങൾക്കെന്താ ഇത്ര താമസം? ഞങ്ങൾ റെഡിയായി നിങ്ങളുടെ മുറിക്ക് മുമ്പിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂർ 1 ആയി.
കുറച്ചെങ്കിലും ഉത്തരവാദിത്തം വേണം. അവൾ ദേഷ്യപ്പെട്ടു. ഇത് നിന്റെ ഡാഡിയല്ല, അമലാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടിറങ്ങാം. എന്തിനാ ഇത്ര ധൃതി? അല്ല, നിങ്ങൾക്ക് എവിടേക്കാണ് പോകേണ്ടതെന്ന് പറഞ്ഞില്ലല്ലോ. വാതിൽ തുറന്നുകൊണ്ട് അമൽ ചോദിച്ചു. എങ്ങോട്ടാ പോകേണ്ടതെന്നും ഞങ്ങൾക്കറിയില്ല. സ്ഥലത്തിൻ്റെ പേര് ഡാനിക്ക് അറിയൂ. അകത്തേക്ക് വന്നുകൊണ്ട് അമേലിയ പറഞ്ഞു. അപ്പോഴേക്കും ഡാനി റെഡിയായി വന്നു. ഹറിയപ്പ് ഡാഡി, ഇങ്ങനെ പോയാൽ നമ്മുടെ കാര്യം നടക്കാൻ 1 മാസം എടുക്കുമല്ലോ. പുറത്തേക്ക് ഇറങ്ങി വന്ന അവനെ കണ്ട് അമേലിയ പരിഭവിച്ചു. ചെറുതായി ഒന്ന് ഉറങ്ങിപ്പോയി മോളെ. അമൽ, ഒരു സഹായം കൂടി, ഞങ്ങൾക്കൊരു ടാക്സി കൂടി പിടിച്ചു തരാമോ? ഡാനി നന്ദിയോടെ അമലിനെ നോക്കി. അതൊക്കെ റെഡിയാക്കാം. ആദ്യം നിങ്ങൾക്ക് എവിടേക്കാണ് പോകേണ്ടതെന്ന് പറ, അമൽ പുഞ്ചിരിയോടെ ചോദിച്ചു. ദാ ഈ അഡ്രസ്സിലേക്ക്. മാർക്ക് അയച്ചു കൊടുത്ത അഡ്രസ്സ് ഡാനി അവന് കാണിച്ചു കൊടുത്തു. അമൽ ആ അഡ്രസ്സിലേക്ക് കണ്ണോടിച്ചു. അവൻ്റെ നെറ്റിയൊന്ന് ചുളിഞ്ഞു. പിന്നീട് മുഖത്തെ ഭാവങ്ങൾ മാറി മറിഞ്ഞു. ദൈവമേ, ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അമലിൻ്റെ മുഖത്തെ ഗൗരവം കണ്ട് ഡാനി ആകുലതയോടെ മനസ്സിൽ പ്രാർത്ഥിച്ചു. എന്തുപറ്റി അമൽ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഡാനി ഭയത്തോട് ചോദിച്ചു. പ്രശ്നമുണ്ടോ എന്നോ? അതേ ഉള്ളൂ, ഞാൻ പെട്ട ഡാനി. ഈ സാധനത്തിന് ഇനിയും കുറേ സമയം കൂടി ഞാൻ തന്നെ സഹിക്കേണ്ടി വരുമല്ലോ എന്നോർത്തപ്പോൾ ഒന്ന് ടെൻഷൻ അടിച്ചു പോയതാ. ഡാനി അന്തം വിട്ടു നിൽക്കുന്നത് കണ്ട് അമൽ പൊട്ടിച്ചിരിച്ചു. പേടിച്ചു പോയോ? ഞാനൊരു തമാശ പറഞ്ഞതാ. ഡാനി, എനിക്കും അവിടേക്ക് തന്നെയാണ് പോകേണ്ടത്. നിങ്ങൾ ഈ പറയുന്ന സ്ഥലം എൻ്റെ വീടിൻ്റെ ഏകദേശം 25 കിലോമീറ്റർ മാത്രം അകലെയാണ്. ഞാൻ ടൗണിലാണ് താമസം. ഈ സ്ഥലം ഒരു ഗ്രാമപ്രദേശവും. എന്തായാലും ഈ യാത്ര എനിക്കടിച്ച ലോട്ടറിയാണ്. ബോറടിക്കാതെ നാട് പിടിക്കാമല്ലോ. അമൽ അമേലിയയുടെ തോളിൽ കൈയിട്ടു. എടോ, താൻ എന്നെ വല്ലാതെ പേടിപ്പിച്ചു കളഞ്ഞു. സാരമില്ല, ഇനിയുള്ള യാത്രയിൽ കുസൃതിക്കുള്ള ശിക്ഷയായി കരുതിക്കൊള്ളാം, അമേലിയ പറഞ്ഞത് കേട്ട് മെറി പൊട്ടിച്ചിരിച്ചു. മീരയുടെ വാക്കുകൾ എത്ര സത്യമാണ്. ലക്ഷ്യം ശുദ്ധമെങ്കിൽ ഓരോ ഇടങ്ങളിലും ദൈവം ഓരോ മനുഷ്യരെ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ടാകും. ഭാഷ പോലും അജ്ഞാതമായ ഒരു രാജ്യത്ത് സഹായം ചോദിക്കും മുൻപേ ഒരാൾ വഴികാട്ടിയായി വന്നെത്തിയിരിക്കുന്നു. എല്ലാം ദൈവത്തിൻ്റെ നിഗൂഢമായ പ്ലാനുകൾ. അമൽ ടാക്സിക്കായി ഓർഡർ ചെയ്യുമ്പോൾ ഡാനി മനസ്സിലോർത്തു. കാടും മലകളും പിന്നിട്ട് ആ വാഹനം മുന്നോട്ട് കുതിച്ചു. ഒടുവിൽ ചെറുതോണി ഡാമിന് മുന്നിലായി അത് നിന്നു. പ്രകൃതിയുടെ ആ മനോഹാരിത ആസ്വദിക്കുന്നതിനിടയിൽ അമൽ പെട്ടെന്ന് ചോദിച്ചു. ഡാനി, ലണ്ടനിൽ നിന്ന് ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ ഒരു കൊച്ചു ഭാഗമായ കേരളത്തിലെ കുഗ്രാമത്തിലേക്ക് നിങ്ങൾ ഇത്ര കഷ്ടപ്പെട്ട് വരണമെങ്കിൽ അതിന് പിന്നിൽ വലിയ ലക്ഷ്യമുണ്ടാകുമല്ലോ. സാധിക്കുമെങ്കിൽ അതെന്താണെന്ന് പറയാമോ? അമലിയയും മെറിയും പുതിയ കാഴ്ചകളുടെ ലോകത്തായിരുന്നു. ഡാനി ഒരു നിമിഷം ആലോചിച്ചു. അമലിനോട് എന്തു പറയണം? സത്യം മുഴുവനായി വെളിപ്പെടുത്താൻ തനിക്ക് കഴിയില്ല. അപ്പോൾ കള്ളങ്ങളുടെ ചൂട് പിടിച്ചു വേണം മുന്നോട്ട് പോകാൻ, അവൻ്റെ മനസ്സ് പറഞ്ഞു. ഇതൊരുപാട് വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയ ബന്ധമാണ് അമൽ. വലിയൊരു കഥ പറയേണ്ടി വരും. ചുരുക്കി പറഞ്ഞാൽ മതി, അമൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഏകദേശം 25 വർഷങ്ങൾക്ക് മുൻപ് നടന്ന കാര്യമാണ്. എൻ്റെ ഭാര്യ കേരൻ കുട്ടിയായിരുന്നപ്പോൾ ഡാഡിക്കും മമ്മിക്കുമൊപ്പം അറബ് രാജ്യങ്ങൾ സന്ദർശിച്ചിരുന്നു. അന്ന് അവിടെ വെച്ച് അവർ ചില പ്രശ്നങ്ങളിൽ പെട്ടപ്പോൾ അവരെ സഹായിച്ച ഒരു സുഹൃത്തുണ്ട്. ആ മനുഷ്യനെ അന്വേഷിച്ചാണ് ഈ യാത്ര. ഇത്ര വർഷങ്ങൾക്കിപ്പുറവും ഒരാളെ തേടി വരണമെങ്കിൽ അയാൾ അത്രമേൽ പ്രിയപ്പെട്ടവനായിരിക്കുമല്ലേ? അതെ അമൽ, അന്ന് കേരൻ്റെ ഡാഡിയെ അദ്ദേഹം അത്രമാത്രം സഹായിച്ചിരുന്നു. ആ നന്ദി അവർക്കൊരിക്കലും മറക്കാനാകില്ല. കേരൻ്റെ ഡാഡി മരിക്കുമ്പോൾ പോലും ആ മനുഷ്യനെ കാണാൻ കഴിയാത്തതിൻ്റെ വലിയ സങ്കടത്തിലായിരുന്നു. ഞങ്ങളുടെ പ്രണയകാലത്ത് കേരൻ എന്നോട് ആവശ്യപ്പെട്ട ഒരേ ഒരു കാര്യവും അദ്ദേഹത്തെ കണ്ടെത്തണമെന്നതായിരുന്നു. പക്ഷേ ജീവിത തിരക്കുകൾക്കിടയിൽ ഞാൻ അതെല്ലാം മറന്നുപോയി, ഡാനി ഒരു നെടുവീർപ്പോടെ പറഞ്ഞു. എന്നിട്ട്? അമൽ കൗതുകത്തോട് ചോദിച്ചു. ഈ കഴിഞ്ഞ ദിവസം കേരൻ്റെ ഡയറി വായിച്ചപ്പോഴാണ് അമേലി ഇക്കാര്യം അറിയുന്നത്. അതോടെ അവൾക്ക് വാശിയായി. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. ചില സത്യങ്ങൾ ഡാനി മനഃപൂർവ്വം മറച്ചു വെച്ചു. കേരൻ അവൾ ഒരു യഹൂദ സ്ത്രീയായിരുന്നു എന്നതും അവർക്ക് അറബ് രാജ്യങ്ങളിൽ സന്ദർശന വിലക്കുകൾ ഉണ്ടായിരുന്നു എന്നതുമെല്ലാം ആ കള്ളക്കഥയിൽ അയാൾ ഒളിപ്പിച്ചു. ഒരു പേര് പോലും ഇല്ലാതെയാണോ നിങ്ങൾ തിരയുന്നത്? അമൽ അത്ഭുതത്തോടെ ചോദിച്ചു. പേരുണ്ട് അമൽ, കിരൺ ഫ്രാൻസിസ്. പൂച്ചക്കണ്ണന്മാരുടെ രാജകുമാരൻ എന്നാണ് കേരൻ്റെ ഡാഡി അവനെ വിളിച്ചിരുന്നത്. ഇന്ത്യ സന്ദർശിക്കണമെന്നത് അദ്ദേഹത്തിന് വലിയ ആഗ്രഹമായിരുന്നു. കിരൺ എൻ്റെ വീട്ടിൽ പോകണമെന്നും അവൻ വിവാഹം കഴിക്കാൻ പോകുന്ന മീര എന്ന പെൺകുട്ടിയെ കാണണമെന്നും അദ്ദേഹം കൊതിച്ചിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല. ഡാനി കഥയ്ക്ക് വിശ്വസനീയത കൂട്ടാൻ മീരയെയും കിരണിനെയും അതിലേക്ക് വലിച്ചിട്ടു.
എന്നാലും ഒരു പരിചയവുമില്ലാത്ത ഒരാളെ തേടി ഇത്ര ദൂരം വരിക എന്നത് എനിക്ക് വിശ്വസിക്കാനാകുന്നില്ല. അമൽ സംശയത്തോടെ പറഞ്ഞു. അമലിന് ഇവളെ അറിയില്ല. അമേലിയെ ഒന്ന് തീരുമാനിച്ചാൽ അവൾ അത് നടത്തിയിരിക്കും. അവൾ അമ്മയെ കണ്ടിട്ടില്ലെങ്കിലും ഈ ലോകത്ത് അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ആ അമ്മ തന്നെയാണ്. അമ്മയുടെ ആഗ്രഹങ്ങൾ സ്വന്തം ആഗ്രഹമായി കാണുന്ന മകൾ ഇതിനപ്പുറവും ചെയ്യും. ഡാനി പറഞ്ഞു നിർത്തി. ഡാനി പറഞ്ഞത് സത്യമാണ്. എൻ്റെ അമ്മയുടെ സുഹൃത്തുക്കളെ കാണാൻ എനിക്കും വലിയ ആഗ്രഹമാണ്. പെട്ടെന്ന് പുറകിൽ അമേലിയുടെ ശബ്ദം കേട്ട് ഡാനി ഞെട്ടലോട് തിരിഞ്ഞു. എല്ലാം അവൾ കേട്ടു നിൽക്കുകയായിരുന്നു. ഡാനിയെ നോക്കി അവൾ കണ്ണിറുക്കി. മകൾക്ക് മുൻപിൽ കള്ളങ്ങൾ പറഞ്ഞതിൻ്റെ ജാള്യത ഡാനിക്കുമുണ്ടായിരുന്നു. നമുക്ക് പോകണ്ടേ? ഇങ്ങനെ നിന്നാൽ എങ്ങനെയാ ശരിയാകുക? അവൾ മെറിയെയും കൂട്ടി കാറിലേക്ക് കയറി. ഡോണ്ട് വറി ഡാഡി, നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള കള്ളത്തരങ്ങളിൽ തെറ്റില്ല. കാറിൽ കയറിയ ഉടനെ അവൾ ഡാനിയുടെ ചെവിയിൽ മന്ത്രിച്ചു. ഡാനി, നീ പറഞ്ഞത് ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചിട്ടില്ല. ഇതിൻ്റെ പിന്നിൽ വേറെന്തോ ഉണ്ടെന്ന് എനിക്കറിയാം. എന്തായാലും കിരൺ ഫ്രാൻസിസിന് ഇപ്പോൾ എത്ര വയസ്സുണ്ടാകും? അമൽ സംശയത്തോടെ ചോദിച്ചു. ഏകദേശം 50-ന് താഴെ. എന്തേ? എൻ്റെ ചില സുഹൃത്തുക്കളുടെ ബന്ധുക്കളൊക്കെ മുൻപ് വിദേശത്ത് ജോലി ചെയ്തിരുന്നു. പ്രായം വെച്ച് അന്വേഷിച്ചാൽ ചിലപ്പോൾ ആരെങ്കിലും അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞേക്കും. അമൽ ഉത്സാഹത്തോടെ പറഞ്ഞു. സത്യം പറ, താൻ ബിസിനസ്സുകാരനാണോ അതോ വല്ല CIDയുമോ? അമേലിയുടെ ചോദ്യം കേട്ട് അമൽ ചിരിച്ചു. ഞാൻ വെറുമൊരു ബിസിനസ്സുകാരനാ. പക്ഷേ ഈ കിരണിനെ കാണാൻ എനിക്കും ഇപ്പോൾ ഒരാഗ്രഹം. അതുകൊണ്ട് അവനെ കണ്ടുപിടിക്കുന്നതുവരെ ഞാനും ഉണ്ടാകും കൂടെ. അമലിൻ്റെ വാക്കുകൾ കേട്ട് അമേലിയെ പതുക്കെ ഡാനിയെ നോക്കി. ഡാഡി, പണി പാളിയല്ലോ. ഇനിയിപ്പോൾ നമ്മൾ വന്നത് കിരണിനെ അന്വേഷിച്ചില്ലെന്ന് പറഞ്ഞാൽ അവൻ നമ്മളെ പഞ്ഞിക്കിടുമല്ലോ. അവളുടെ സംസാരം കേട്ട് മെറിക്ക് ചിരി അടക്കാനായില്ല. അവൾ പൊട്ടിച്ചിരിച്ചു. എന്താ അവിടെ ഒരു ചിരി? ഞാനും കൂടി കേൾക്കട്ടെ. അമൽ അവർക്ക് നേരെ തിരിഞ്ഞു. അമൽ, ഞങ്ങളെ ആ സ്ഥലത്തെത്തിച്ചാൽ മതി. ബാക്കി ഞങ്ങൾ തന്നെ നോക്കിക്കോളാം. അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. നിങ്ങളുടെ ഈ ഇംഗ്ലീഷ് മാത്രം വെച്ച് ആ ഗ്രാമത്തിൽ പോയാൽ വിവരമറിയും. അതെന്താ, അവിടെയുള്ളവർക്ക് ഇംഗ്ലീഷ് അറിയില്ലേ? അമേലിയ ചോദിച്ചു. അയ്യേ, ഞാൻ കരുതിയത് ഈ കൊട്ടത്തേങ്ങയ്ക്കുള്ളിൽ എന്തെങ്കിലും കാണുമെന്നാ. ഇതിപ്പോൾ കംപ്ലീറ്റ് കാലിയാണല്ലോ. അമൽ പറഞ്ഞത് കേട്ട് ഡ്രൈവർ പൊട്ടിച്ചിരിച്ചു. തന്നെ അവൻ കളിയാക്കിയതാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അമേലിയയുടെ മുഖം ചുളിഞ്ഞു. കളിയാക്കാതെ കാര്യം പറ, അവൾ പിണക്കത്തോടെ അവനോട് ചോദിച്ചു. അമ്മുക്കുട്ടി, നീ പോകാൻ പോകുന്നത് ഒരു ഉൾനാടൻ ഗ്രാമത്തിലേക്കാണ്. അവിടെയുള്ളവർക്ക് ലോക്കൽ ഭാഷ മാത്രമേ അറിയൂ. വിവരമുള്ള പിള്ളേരൊക്കെ നാട്ടിൽ നിന്നും പുറത്തു പോയി കാണും. അവിടെ ചെന്ന് അഡ്രസ്സ് ചോദിക്കണമെങ്കിൽ കൂടി എൻ്റെ സഹായമില്ലാതെ പറ്റില്ല. അവളുടെ തലയിൽ ചെറുതായി തട്ടിക്കൊണ്ട് അമൽ പറഞ്ഞു. പുതിയ സ്വപ്നങ്ങളും മോഹങ്ങളുമായി അവർ യാത്ര തുടങ്ങുകയാണ് മീരയുടെ സ്വപ്ന ലോകത്തേക്ക്. ദ സിഗ്നേച്ചർ ഓഫ് ലവ് മീര തുടരും. അടുത്ത ഭാഗവുമായി ഉടൻ കാണും വരെ ബൈ ബൈ, സ്റ്റേ സേഫ്.